നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യ ഇന്നലെ നെതർലൻഡ്സിനെ കൂടി തോൽപ്പിച്ചതോടെ T20 വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ നമ്മുടെ മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. എല്ലാ മത്സരങ്ങളും വിജയിച്ച് സമ്പൂർണ്ണ വിജയങ്ങൾ നേടിക്കൊണ്ടാണ് നമ്മൾ സൂപ്പർ 8ലേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ മത്സരത്തിൻ്റെ റിവ്യൂ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ എല്ലാ പ്രധാനപ്പെട്ട മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മൾ വിശദമായിട്ട് റിവ്യൂ പറയാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ റിവ്യൂ മാത്രമല്ല, നമുക്ക് ഈ ഗ്രൂപ്പ് സ്റ്റേജിലെ പ്രകടനങ്ങൾ മൊത്തത്തിലൊന്ന് എടുത്ത് നോക്കേണ്ടതുണ്ട്. എല്ലാവരും ഇപ്പോൾ ഊന്നി പറയുന്നൊരു കാര്യം, ഓപ്പണിങ്ങിൽ മികച്ച ഒരു കൂട്ടുകെട്ട് കണ്ടെത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. 4 കളികളിൽ 3ലും ഓപ്പൺ ചെയ്ത അഭിഷേക് ശർമ്മ ആ 3 കളികളിലും ഡെക്കായി പോയി. സഞ്ജു സാംസൺ ഒരു കളിയാണ് ഇറങ്ങിയത്. 8 പന്തുകൾ നീണ്ട ഇന്നിങ്സ് മാത്രമേ അദ്ദേഹത്തിൽ നിന്നും വന്നുള്ളൂ. അപ്പോഴേക്കും 2-3 സിക്സറും 4ഒക്കെ അടിച്ചിരുന്നു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഒരു ലെങ്തി ആയിട്ടുള്ള ഇന്നിങ്സ്, ഒരു കൂട്ടുകെട്ട് ഓപ്പണിങ്ങിൽ ഇതുവരെ വന്നിട്ടില്ല. T20 വേൾഡ് കപ്പ് ആകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കിടിലൻ സ്റ്റാർട്ടാണ് ഓപ്പണർമാരിൽ നിന്ന്. ആദ്യം ഇതുവരെ വരാത്തതിൽ നിരാശയുണ്ട്. സൂപ്പർ 8ലേക്ക് കടക്കുമ്പോൾ അത് പരിഹരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു പ്രധാനപ്പെട്ട വിഷയം അതാണ്. മറ്റൊന്ന്, ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നൊരു വിഷയം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എത്ര ക്യാച്ചുകൾ ഇന്ത്യൻ ടീം ഈ 4 കളികളിൽ ഡ്രോപ്പ് ചെയ്തെന്ന്? 9 ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മോസ്റ്റ് അമംഗ് ദി 20 ടീംസ് ആഫ്റ്റർ അയർലൻഡ്. നോക്കുക, ഈ T20 വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്ത ടീമുകളുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ. 9 ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. 1ാമതുള്ളത് അയർലൻഡാണ്, 10 ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തത്. 3ാമതുള്ള നെമീബിയ 6 ക്യാച്ചുകളെ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളൂ. സോ ഫീൽഡിംഗ് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള കൃത്യമായ സൂചനയാണ് അവിടെ. ഇനി വേറെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. 12 ബൗളേഴ്സിനെ നമ്മൾ ഓൾറെഡി ഈ ടൂർണമെൻറ്റിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇത് റെക്കോർഡാണ്. ഇന്ത്യ ഇത്രയധികം ബൗളേഴ്സിനെ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടില്ല. T20 വേൾഡ് കപ്പിൽ ഇതിനു മുമ്പ് 2009 ഇംഗ്ലണ്ടിൽ വെച്ച് 11 ബൗളേഴ്സിനെ യൂസ് ചെയ്തിരുന്നു. അതിപ്പോൾ മറികടന്നിരിക്കുന്നു. ഇനി ഇന്ത്യയുടെ കഴിഞ്ഞ 29 മത്സരങ്ങൾ, ICC ടൂർണമെൻറ്റുകളിലെ കഴിഞ്ഞ 29 മത്സരങ്ങൾ, അതിൽ 27 വിജയിച്ചിട്ടുണ്ട്. ഒരു കളിയെ തോറ്റുള്ളൂ. അത് 2023 ICC വേൾഡ് കപ്പ്, ഏകദിന വേൾഡ് കപ്പിൻ്റെ ഫൈനലായി പോയി. അതാണ് നിരാശ. ഒരു നോ റിസൾട്ട് മാച്ചും ഉണ്ടായി. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഒരു ഡൊമിനേഷനാണ് നമ്മൾ ICC ടൂർണമെൻറ്റുകളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ 12ാമത്തെ വിജയമാണ് ഇന്നലെ T20 വേൾഡ് കപ്പിൽ നേടിയിരിക്കുന്നത്. അതും റെക്കോർഡാണ്. ഇനി നമ്മുടെ ടീമിൽ വ്യത്യസ്ത താരങ്ങളുടെ കോൺട്രിബ്യൂഷനാലാണ് വിജയിച്ചു പോകുന്നത്. USA കിടിലൻ പ്രകടനം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റേതായിരുന്നെങ്കിൽ നമീബിയക്കെതിരെ ഹാർദിക് പാണ്ഡ്യയായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് ആയത്. പാകിസ്ഥാനത്തെ ഇഷാൻ കിഷനാണ് കളി പൂർണ്ണമായിട്ടും നമുക്ക് അനുകൂലമാക്കി മാറ്റിയതെങ്കിൽ ഇന്നലെ ശിവൻ ദ്യൂബയാണ് കാര്യങ്ങൾ അനുകൂലമാക്കി മാറ്റി. അപ്പോൾ 4 മത്സരങ്ങൾ, 4 വ്യത്യസ്ത POTM വിന്നേഴ്സ്, എല്ലാവരാലും കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട് ടീം വിജയിക്കുക എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ചില സൂചനകൾ അവിടെ ലഭിക്കുന്നു എന്നർത്ഥം. അതോടൊപ്പം ഏറ്റവും അധികം ഇന്ത്യൻ ടീമിനെ വറി ചെയ്യിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ ഗ്രൂപ്പ് സ്റ്റേജ് കാണിച്ചു തന്നു. ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ ഓഫ് സ്പിൻ ഒരു പ്രോബ്ലമാണ്. ഓപ്പോസിഷൻസ് കൃത്യമായിട്ടത് മനസ്സിലാക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ ഓഫ് സ്പിന്നേഴ്സിനെ ഉപയോഗപ്പെടുത്തുന്നു, ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നല്ല സക്സസ് അവരതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പർ 8ലും ഇതേ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്ന് പറഞ്ഞാൽ 17 ഓവറുകൾ ഇന്ത്യക്കെതിരെ ഈ T20 വേൾഡ് കപ്പിൽ ഓഫ് സ്പിന്നേഴ്സിനെ വെച്ച് എതിർ ടീമുകൾ എറിയിച്ചിട്ടുണ്ട്. ആ 17 ഓവറുകളിൽ നിന്ന് നേടിയത് 106 റൺസാണ്. എന്ന് പറഞ്ഞാൽ റൺ റേറ്റ് വെറും 6.23. 8 വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. 13.25 മാത്രമാണ് ആവറേജ്. സോ ഓഫ് സ്പിന്നിന് മുന്നിൽ ഇന്ത്യ ബുദ്ധിമുട്ടുന്നു എന്നൊരു തോന്നലും ഈ T20 വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ മത്സരത്തിൽ സ്പെസിഫിക്കായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. ഇന്ത്യ കളി ജയിച്ചു, 17 റൺസിനെ വിജയിച്ചിട്ടുള്ളൂ. പക്ഷെ അത് വ്യത്യസ്ത രൂപത്തിലുള്ള ബൗളിംഗ് ഫോർമേഷനൊക്കെ അല്ലെങ്കിൽ ബൗളിംഗ് ചേഞ്ചസൊക്കെ വരുത്തി എല്ലാവർക്കും അവസരമൊക്കെ കൊടുത്തുകൊണ്ടൊക്കെയാണ്. വരുൺ ചക്രവർത്തി ഇപ്പോൾ 3 ഓവർ എറിഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ചില കളികളിൽ അദ്ദേഹത്തിന് 4 ഓവർ കോട്ട കൊടുക്കുന്നില്ല. അതെന്താണെന്നുള്ളത് വേറെ ഡിസ്കഷനൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞു. എന്തായാലും ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റ് 193 റൺസാണ് അടിച്ചത്. അതിൻ്റെ കാരണക്കാരൻ മറ്റാരുമല്ല, ശിവൻ ദ്യൂബ് തന്നെയാണ്.
നെതർലൻഡ്സ് 20 ഓവറുകളിൽ 7 വിക്കറ്റിന് 176 എത്തിയത്. അന്ന് പറഞ്ഞാൽ അവർ പോകുന്നതിന് മുമ്പ് ഒരു മധുരം കൊടുത്തു എന്ന് വേണമെങ്കിൽ കണ്ടാൽ മതി, അല്ലാതെ അവർ വിജയിക്കുമെന്നുള്ള തോന്നലൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ ഇന്നിങ്സിൽ 66 റൺസുമായിട്ട് ദ്യൂബ മുന്നിക്കെത്തി. സൂര്യകുമാർ യാദവിന് 34 റൺസും ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി വാൻ ബീക്ക് 56 റൺസിന് 3 വിക്കറ്റ് എടുത്തപ്പോൾ അവരുടെ സൂപ്പർ ബൗളർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ബൗളർ ആര്യൻ ദത്തായിരുന്നു. 19 റൺസിന് അദ്ദേഹം 2 വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി. നെതർലൻഡ്സ് 176-ന് 7 എന്ന നിലയിൽ അവരുടെ ഇന്നിങ്സ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ടോപ്പ് സ്കോറർ ഡിലീഡാണ് 33 റൺസ്. ഇന്ത്യക്ക് വേണ്ടി വരുൺ 14 റൺസിന് 3 വിക്കറ്റ് എടുത്തപ്പോൾ ദ്യൂബെ 35 റൺസിന് 2 വിക്കറ്റുകൾ എടുത്തു. ഇതാണ് കളിയുടെ ഒരു രത്ന ചുരുക്കം. റിവ്യൂലേക്ക് കടക്കുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ പറയാറുള്ള പോലെ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും ക്രിക്കറ്റ് എക്സ്പേർട്ടുകൾ പറഞ്ഞതുമൊക്കെ പരിഗണിച്ച് പരിശോധിച്ച് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്തങ്ങ് അവതരിപ്പിക്കുന്നതാണ് ഈ റിവ്യൂസ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നോക്കുക, 300 റൺസ് അടിക്കും. മിന്നോസ് ഇന്ത്യയുടെ ഗ്രൂപ്പിലുണ്ട് എന്നൊക്കെയുള്ളതായിരുന്നല്ലോ ചർച്ച. 300 വന്നില്ല. 200 അടിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്ന കാഴ്ച. അപ്പോൾ ഇന്നലെ 200 ഇല്ല, 193 ഉള്ളൂ. ആ പിച്ചിൻ്റെ സ്വഭാവം ഒരു ബ്ലാക്ക് സോയിൽ പിച്ച്, സ്ലോ പിച്ചായിരുന്നു. അവിടെ ഇന്ത്യ വിജയിച്ചു എന്നുള്ളത് ഇന്ത്യ എന്തുകൊണ്ട് ഈ T20 വേൾഡ് കപ്പിൽ ഫേവററ്റുകളാകുന്നു എന്നുള്ളത് കൂടി കാണിച്ചിട്ടാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ വിശദമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ വ്യക്തത നിങ്ങൾക്ക് വരും. അത്ര എളുപ്പത്തിൽ ബാറ്റ് ചെയ്യാൻ കഴിയാത്തൊരു പിച്ചായിരുന്നു. അവിടെ ഇന്ത്യ 193 റൺസിലേക്ക് എത്തി. അത് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തെടുത്തു. ശ്രദ്ധിക്കേണ്ട കാര്യം, ടോസ് ലഭിച്ചിട്ട് ഇന്ത്യ ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചതാണ്. അതെന്തിനാണ് അങ്ങനെ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ ഡ്യൂയി കണ്ടീഷനിൽ എങ്ങനെയാണ് ബൗളർമാർ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഒരു ടെസ്റ്റ് കൂടിയാണ്. പിന്നെ ബാറ്റിംഗ് മസിൽസ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, മാക്സിമം ബാറ്റ് ചെയ്ത് പോവുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കൂടി ചെയ്തതാണ്. ബട്ട് ഇന്ത്യക്ക് അത്ര എളുപ്പമായിരുന്നില്ല ബാറ്റിംഗ്, പ്രത്യേകിച്ച് ആര്യൻ ദത്ത്. ഇന്ത്യയുടെ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സിന് മേൽ അദ്ദേഹം ആധിപത്യം പുലർത്തിക്കൊണ്ട് പന്തെറിയുന്ന കാഴ്ച. അഭിഷേക് ശർമ്മയെ ഡെക്കിന് വിട്ടു. പിന്നെ അവരുടെ ഫാസ്റ്റ് ബൗളേഴ്സ് അധികം റൂം നൽകാതെ പന്തെറിയുന്ന അവസ്ഥയുണ്ടായി. ചില ഘട്ടങ്ങളിൽ 19 പന്തുകളിൽ 20 പന്തുകളിൽ 16 പന്തുകളിലൊക്കെ ഇന്ത്യക്ക് ബൗണ്ടറി വരാതെ, ബൗണ്ടറി ലെസ് ആയിട്ടുള്ള സ്പെല്ലുകൾ അവർ എറിഞ്ഞു, ഇന്ത്യയെ ബുദ്ധിമുട്ടാക്കി എന്നർത്ഥം. പക്ഷേ ഇതൊക്കെ നമ്മൾ മറികടന്നത് ശിവൻ ദ്യൂബയുടെ ഹിറ്റിലാണ്. 15 ഓവർ കഴിയുമ്പോൾ നമ്മുടെ റൺ റേറ്റ് ബിലോ 8 ആണ്. അവിടെ നിന്നാണ് 30 പന്തിൽ 66 റൺസ് അടിച്ചുകൊണ്ട് ടീമിനെ വിജയിക്കാനുള്ള എല്ലാം ചെയ്തു വെച്ചത് ശിവൻ ദ്യൂബെ. അപ്പോൾ ആര്യൻ ദത്ത് പൂർണ്ണമായിട്ടും പവർ പ്ലേയിൽ ഇന്ത്യക്ക് വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 കളികളിൽ ഡെക്കാണ് അഭിഷേക് ശർമ്മ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്കോർ ചെയ്യേണ്ടതുണ്ട് എന്നൊരു ചിന്തയിലാണ് അദ്ദേഹം ക്രീസിലേക്ക് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി. ദത്ത് വളരെ കൃത്യമായിട്ട് ടോൾ ഓഫ് സ്പിന്നറാണ്. അദ്ദേഹം കൃത്യമായ പ്ലാനുമായിട്ട് വന്നു, ക്യുക്കായിട്ട് പന്തെറിഞ്ഞു, ഇന്ത്യൻ ബാറ്റേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കി. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ആൻഡ് പുള്ളിംഗ് ലെങ്ത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നാണ് പന്തെറിഞ്ഞതും. എല്ലാം കൂടി വന്നപ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. 2 ഡോട്ട് ബോളുകൾ വന്നപ്പോഴേക്കും അഭിഷേകിന് അത് പോരാ എന്നൊരു തോന്നലും അക്രോസ് ലൈനിൽ ബാറ്റ് വീശുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായില്ലേ. അവിടെ ഒക്കെയാണ് കാര്യങ്ങൾ നമുക്ക് കൈവിട്ടു പോകുന്നത്. ഇഷാൻ നന്നായി അടിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ഇന്നിങ്സും നീണ്ടു നിന്നില്ല. അദ്ദേഹത്തിൻ്റെ വിക്കറ്റും പോകുന്നു. പിന്നെ സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ ഇങ്ങനെയുള്ള ബാറ്റർമാരിലായി പിന്നെ നമ്മുടെ ഭാരങ്ങൾ മുഴുവനും. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത്ര ഈസി ആയിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ തിലക് വർമ്മയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൽ 27 പന്തിൽ നിന്ന് 31 റൺസാണ് വന്നത്, 3 4ഉം 1 6ഉം അടക്കം. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ പിച്ചിൻ്റെ സ്വഭാവമൊക്കെ അതായിരുന്നു. ആ രൂപത്തിൽ അപ്പോൾ പോകാൻ കഴിയുമായിരുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. ഫാസ്റ്റ് ബൗളേഴ്സ് ആ കണ്ടീഷൻ വളരെ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തി അത്ര വേഗത്തിലല്ലാതെ ഇന്ത്യയുടെ സ്കോർ മുന്നോട്ട് പോകുന്ന സ്ഥിതിയും ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ത്യയെ ശരിക്കും അവർ വരിഞ്ഞു മുറുക്കുന്നൊരവസ്ഥ. തിലക് വർമ്മ ഒടുവിൽ പുറത്താകുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാച്ച് എടുക്കുന്നത് ലോഗൻ വാൻ ബീക്കിൻ്റെ പന്തിൽ വാണ്ടർ മെർവാണ്. ഒരു കിടിലൻ ക്യാച്ചാണ്. ഈ പ്രായത്തിലും അദ്ദേഹം ആ ക്യാച്ച് എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ മികവ് എടുത്ത് കാണിക്കുന്നതാണ്. അധികം വൈകാതെ ശിവൻ ദ്യൂബ വന്നെങ്കിലും അദ്ദേഹത്തിന് വേഗത്തിലൊന്നും അടിച്ചു പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം അടിക്കുന്നതെന്ന കാര്യം മനസ്സിലാക്കുക.
ദീപ അത് കളിക്ക് ശേഷം പറയുന്നുണ്ട്, അത്ര എളുപ്പത്തിലായിരുന്നില്ല ബാറ്റിംഗ് എന്നുള്ളത്, കണ്ടീഷൻസ് ഒട്ടും അനുകൂലമായിരുന്നില്ല. ഇപ്പോൾ USA പുറത്തായതിന് ഏതാണ്ട് സമാനമായ രൂപത്തിൽ ഇവിടെ പുറത്താകേണ്ടതായിരുന്നു, പക്ഷേ ക്യാച്ച് കീപ്പറുടെ തൊട്ട് മുന്നിൽ വീണുപോയി എന്നുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ്. ഈ കളിയിൽ അക്സർ ഇല്ല എന്നതുകൂടി നോക്കുമ്പോൾ ഡ്യൂബെ മാത്രമാണ് ഒരു ഒഫീഷ്യൽ സ്പിൻ ഡിസ്റപ്റ്റർ എന്ന് പറയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ലോ സ്റ്റാർട്ട് വരുമ്പോൾ ഒരു അല്പം ആശങ്ക ഉണ്ടായിരുന്നു. ആദ്യത്തെ 11 പന്തിൽ നിന്ന് അദ്ദേഹം എടുത്തത് 6 റൺസ് മാത്രമാണ്. അമ്പയേഴ്സ് കോളിലൂടെ ഒരു LBWയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷേ അദ്ദേഹം അതിന് ശേഷം സിക്സറുകൾ അനായാസം അടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ സൂര്യകുമാർ യാദവ് പുറത്തായി. സൂര്യ 28 പന്തിൽ നിന്ന് 2 4ഉം 6ഉം അടക്കം 34 റൺസ്. ഹാർദിക് പാണ്ഡ്യ 21 പന്തിൽ നിന്ന് 30 റൺസ്. അദ്ദേഹത്തിൻ്റെ വക 3 സിക്സറുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ സ്കോർ ഒരുവിധം 193 എത്തുന്നത്. അവസാനത്തെ 5 ഓവറുകളിലുണ്ടല്ലോ 75 റൺസാണ് ഇന്ത്യൻ ബാറ്റർമാർ അടിച്ചു കൂട്ടിയത്. പാണ്ഡ്യക്കും ദ്യൂബയ്ക്കും നമ്മളതിന് നന്ദി പറയണം. അങ്ങനെയാണ് 193 എന്ന് പറയുമ്പോൾ അത് എടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഒന്നും തീർച്ചയായിട്ടും നെതർലൻഡ്സിന് ഇല്ല എന്നൊരു തോന്നലാണ് ഉണ്ടായിരുന്നത്. അവരുടെ ഓപ്പണർമാരെ ശരിക്കും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ബൗളർമാർ പന്തെറിഞ്ഞത്. ലെവിറ്റും ഓഡൌഡും ചേർന്നുള്ള കൂട്ടുകെട്ട്. അപ്പോൾ അവിടെ നമ്മുടെ പേസർമാർ അർഷ്ദീപ് സിംഗും ജസ്പ്രീത് ബൂംറയും 2 ഭാഗത്തേക്കും ബോൾ മൂവ് ചെയ്യിച്ചുകൊണ്ട് തന്നെ പന്തെറിയുന്നു. 4 ഓവറുകൾ അവർ എറിയുന്നതോടുകൂടി അവരുടെ ഇന്നിങ്സിൻ്റെ വേഗത കുറവാണ് എന്നൊരു തോന്നലിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിരുന്നു. അതിനുശേഷം അതിൽ മാറ്റം വരുത്താനുള്ള ശ്രമത്തിലാണ് അവരുടെ വിക്കറ്റുകൾ വീഴുന്നതും. ഓഡൌഡ് 6ാമത്തെ ഓവറിൽ പുറത്താകുന്നു. 20 റൺസാണ് 18 പന്തിൽ നിന്ന് അദ്ദേഹം നേടുന്നത്. വരുൺ ചക്രവർത്തിയുടെ പന്തിലാണ് അദ്ദേഹം പുറത്താകുന്നത്. പിന്നാലെ ലെവിറ്റ് പുറത്താകുന്നു. സ്കോർ ബോർഡിൽ അപ്പോൾ 51 റൺസാണ് ഉണ്ടായിരുന്നത്. ലെവിറ്റ് 23 പന്തിൽ നിന്ന് 24 റൺസ് എടുത്തു. ഹാർദിക് പാണ്ഡ്യക്കാണ് വിക്കറ്റ്. വരുൺ ചക്രവർത്തി വന്ന് ഈ എതിരാളികൾക്ക് ഫ്രീ ആയിട്ട് റണ്ണടിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം, അതിൽ നിന്നാണ് അദ്ദേഹം വിക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്തതും അവർക്ക് വലിയ രൂപത്തിൽ ആഘാതമുണ്ടാക്കുന്നതും. എന്നാൽ അവർക്കൊരു മൊമെൻറ്റം പിന്നീട് കിട്ടുന്നത് നമ്മൾ അഭിഷേക് ശർമ്മക്കും അതുപോലെ തന്നെ ശിവൻ ദീപക്കും ഒക്കെ പന്ത് കൊടുക്കുന്ന ഘട്ടത്തിലാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ അവർക്ക് വലിയ രൂപത്തിലുള്ള ഒരു വിജയസാധ്യത ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല. നോക്കുക, ഒരു 9 ഓവറൊക്കെ ആകുമ്പോഴേക്കും അവർ ആസ്കിംഗ് റേറ്റ് വല്ലാത്ത രൂപത്തിൽ വർദ്ധിച്ചു പോകുന്ന രൂപത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ 8 ഓവറുകളിൽ 100 റൺസ് വേണം എന്നൊരവസ്ഥ കൂടി വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നമ്മുടെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞിരുന്നു. ഡ്യൂബെ ആദ്യത്തെ 9 പന്തുകളിൽ നിന്ന് 23 റൺസാണ് വിട്ടുകൊടുത്തത്. പക്ഷേ പിന്നീട് അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ തിരികെ വന്ന് വൈഡ് ലൈനിൽ പന്തെറിഞ്ഞുകൊണ്ട് നന്നായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഏതായാലും ഡ്യൂബെ പിന്നീട് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. 2 വിക്കറ്റുകൾ അദ്ദേഹം നേടുകയും ചെയ്തു. 3 ഓവറിൽ 35 റൺസിന് 2 വിക്കറ്റ്. അപ്പോൾ ലെവിറ്റ് 24, ഓഡൌഡ് 20, ബാസ്റ്റിലീഡ് 33, അക്കർമാൻ 23, എഡ്വേർഡ്സ് 15, ലയൻ കാജറ്റ് 26, അതുപോലെ ക്രോയ്സ് 25. ഇങ്ങനെ എല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് അവർ 176 എത്തി. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 7 ബൗളർമാരെ കൊണ്ട് എറിയിച്ചു. വരുൺ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ സ്പെല്ല് കംപ്ലീറ്റ് ചെയ്തില്ല. 3 ഓവർ എറിഞ്ഞുള്ളൂ. 3 ഓവറിൽ അദ്ദേഹം 14 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് എടുത്തു. അപ്പോൾ ഇതിലൊക്കെ കാര്യങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ 176 അടിച്ചു എന്നുള്ളതിൽ വലിയ ആശങ്കയ്ക്ക് വകയില്ല. പക്ഷേ ഞാൻ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ചില ആശങ്കകളുണ്ട്. ക്യാച്ചിൻ്റെ പ്രശ്നം, ഓഫ് സ്പിന്നേഴ്സിന് മുന്നിൽ നമ്മുടെ ബുദ്ധിമുട്ട്, നമ്മുടെ ഓപ്പണിംഗ് പ്ലെയേഴ്സ് മികച്ച രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാത്തത്, ഇതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. സൂപ്പർ 8 കാര്യങ്ങൾ മുറുകും എന്ന കാര്യം ഉറപ്പാണ്. ഇന്ത്യൻ ടീമിന് ആ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിന് എത്താം.